സുഹൃത്തുക്കളെ, അപ്പോൾ വോയിസും ക്ലിപ്പെല്ലാം തിരിയുന്നുണ്ടറിയില്ല. എന്നാൽ പോലും ഞാൻ ഈ വിഷയത്തെ സംസാരിക്കാൻ വെച്ചാൽ നമ്മുടെ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തെ കുറിച്ചാണ്. അപ്പം നിങ്ങൾ പല ആൾക്കാരും വിചാരിച്ചാൽ ഇസ്രായേൽ എന്ത് സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ പറയട്ടെ, പല ആൾക്കാരും ആടെ മുസ്ലിംസല്ലേ ഇല്ലു. അപ്പം മുസ്ലിംസ് ആ ചിന്ത ഞാൻ പറയട്ടെ, ഇന്ത്യ രാജ്യത്ത് നമ്മൾ ഇന്ത്യയിൽ മുസ്ലിംസിനുമായി ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ. ഇത് മറ്റു മതസ്ഥകരില്ലേ? ഹിന്ദുക്കൾ മാത്രമേ ഇന്ത്യ രാജ്യത്തില്ലൂ. ദുബായിൽ മുസ്ലിംസ് മാത്രമേ ഉള്ളൂ, മറ്റു മതസ്ഥക്കാരില്ലേ? അത് മനസ്സിലാക്കി. പാകിസ്ഥാനിൽ മുസ്ലിംസ് മാത്രമേ, മറ്റു മതസ്ഥരില്ലേ? അത് മനസ്സിലാക്കി. പലസ്തീനിലും ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മറ്റു മതസ്ഥക്കാരുണ്ട്. അത് ചിന്ത നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ കമൻ്റ് അടിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ മറ്റു മതസ്ഥരാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ പല പിഞ്ചു മക്കളാണ് ഇന്ന് ജനിച്ച് നാളെ മരണപ്പെടുന്ന സ്ഥിതി, നാളെ മരിക്കുന്ന സ്ഥിതി വരെയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ കമൻ്റ് അടിക്കുന്നതിൻ്റെ ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ കമൻ്റ് താഴെ കമൻ്റ് അടിക്കും, യാതൊരു പ്രശ്നവുമില്ല. എന്തിനാണ് ആ പിഞ്ചു മക്കളെ എതിരെ കുറ്റപ്പെടുത്തുന്നതിനെ പറയും? ഇപ്പോൾ ബ്ലോഗറായ തൊപ്പി ഇതിനെതിരെ ഇസ്രായേൽ പലസ്തീനെതിരെ സപ്പോർട്ട് ചെയ്തപ്പോൾ ഖാദിർ കരിപ്പോയി, റഹീം ഉസ്താദ് തുടങ്ങിയവർ, പരിശുദ്ധിനെ ചങ്ങായി ഇങ്ങനെ തുടങ്ങിയവർ ബ്ലോഗർ ചെയ്യിച്ച് നേരം ആ ദിവസത്തെ രാത്രി അവർക്ക് കടന്നുറങ്ങാനേ കഴിയുന്നില്ല. അവൻ മറുപടി എനിക്ക് ആ ഒരു ചിന്ത, അതായത് പലസ്തീൻ ആൾക്കാർ പിഞ്ചു മക്കൾ നല്ല മക്കളാണ് മനസ്സിൽ ചിന്ത മാറി. അത് പിറ്റേത് ലെവിൽ അവൻ മാറ്റി പറയേണ്ട സ്ഥിതി അവർക്ക് വന്നിരിക്കുന്നു. അവൻ മാറ്റി പറഞ്ഞു, അവൻ്റെ ചിന്ത മനസ്സിലായി, അവർക്ക് അവസ്ഥ മനസ്സിലായി. ആ പിഞ്ചു മക്കളുടെ വീഡിയോസ് അവൻ കണ്ടിട്ടുണ്ട്. അവൻ പിഞ്ചു മക്കൾ ദിവസങ്ങളോടും പഠിച്ചോണെ എന്ത് അവസ്ഥ, ദിവസങ്ങളോളം മരണമടങ്ങുന്നത് പിഞ്ചു മക്കളുമല്ല, നമ്മുടെ അമ്മമാർ, ഉപ്പന്മാർ, അനിയന്മാർ, പല ആൾക്കാർ നമ്മളെ സൂചിച്ച് സന്തോഷിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന അവർ അവസ്ഥയെ മനസ്സിലാക്കുന്നത്. അവരെങ്ങനെ ഫുഡ് കഴിക്കാൻ കഴിയും? അവർക്ക് എങ്ങനെ ഒരു തുള്ളി വെള്ളം പോലെ വായിൽ വെക്കാൻ കഴിയും? എപ്പോഴാണ് മരിക്കുന്നവർക്ക് പൊടിക്കാവില്ല. നമ്മളെ സുഖിച്ച് സന്തോഷിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം. ഇതിൻ്റെ അടുക്ക് ഫിലിസത്തിൻ്റെ ചങ്ങായിൻ്റെ ഒരു കമൻറ്റ് വീഡിയോയിൽ ഇതിൽ താഴെ കമൻറ്റ് അവൻ പറഞ്ഞ വർത്തറില്ല, അത് കത്തിച്ചിട്ടില്ല. നിങ്ങൾക്ക് ധൈര്യമുണ്ട് എൻ്റെ താഴെ കമൻറ്റ് അടിക്കണം, യാതൊരു പ്രശ്നവുമില്ല. എടാ പലസ്തീൻ മക്കളെല്ലാം നിങ്ങൾക്ക് ഇസ്രായേലിനെതിരെ പ്രതിഷേധിക്കാൻ കഴിയുമോ? ധൈര്യമുണ്ടെങ്കിൽ പ്രതിഷേധിക്കും. നമ്മൾ രണ്ടല്ല, ഇന്ത്യക്കാർ രണ്ടല്ല, ഒറ്റക്കെട്ട് ഒരേ രാജ്യം, എല്ലാ ആ മറ്റ് 10 രാജ്യങ്ങളെയും കോമിറ്റ് ചെയ്ത് അവരെയും ഒറ്റക്കെട്ടായി നിന്ന് ഇസ്രായേലിനെതിരെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ തീർച്ചയായും മാറ്റണം. അതാണ് വേണ്ടത്. ഖാദിർ വളരെ ശരിയോ ആ ഖാദിർ പറഞ്ഞത് തൊട്ട് മാറ്റി പറയുന്നു. അതായത് ഈ പലസ്തീന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്, ആ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ ആൾക്കാരെ ഞാൻ അവരെ ഒഴിവാക്കുന്നു മാറ്റി പറഞ്ഞ് തൊപ്പി. അതേപോലെ തന്നെ 10 രാജ്യം, അതിലൊരു രാജ്യം നമ്മുടെ കേരളത്തിൽ ലയണൽ മെസ്സി ഡിമേരിയ, ഡിബാലോ തുടങ്ങിയ സ്കലോണി അടങ്ങുന്ന ആ ടീമിന് എതിരെയും പ്രതിഷേധിക്കണം. നിങ്ങൾ കല്ലേറിൻ്റെയാക്കി ഒന്നല്ല പ്രതിഷേധിക്കേണ്ടത്. നിങ്ങൾ ആ ധൈര്യത്തോടെ നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം. പലസ്തീൻ മക്കൾ ദിവസങ്ങളോടും പിഞ്ചു മക്കളാണ് മരണപ്പെടുന്നത്. ആ ചിന്ത, ആ ഒരു മെൻറ്റാലിറ്റി തീർച്ചയായും അവരെ മാറ്റിക്കൊണ്ട് പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നതിലും തീർച്ചയായും മാറ്റണം.
മാറ്റിയിരിക്കണം. അതാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ സംഭവം നടന്നാൽ ഇന്ത്യ രാജ്യത്ത് വേറെന്ത് റെക്കോർഡ്? ഈ റെക്കോർഡ് തീർച്ചയായും മാറ്റണം. മറ്റ് 10 രാജ്യങ്ങളിൽ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നതും ഇസ്രായേലിനെതിരെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിൽ മാറ്റണം. തീർച്ചയായും നിങ്ങൾ മാറ്റം. നമ്മുടെ കേരളം ഇന്ത്യ രാജ്യം ഒറ്റക്കെട്ടായിരുന്നാൽ തീർച്ചയായും ഇതിനെ കൊണ്ട് സാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യാനും അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ. സീ യു.